പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് ഈശോയ്ക്ക് സുരക്ഷിതനായി സമർപ്പിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ
കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിനേറ്റ ഏറ്റവും വലിയ ദുരന്തമായ ഭീകരാക്രമണത്തെ, അതിലെ നിഷ്കളങ്കരുടെയും നിരപരാധികളുടെയും ജീവൻ പൊലിഞ്ഞതിനെ ഓർത്ത് രാജ്യത്തെ ദുഃഖത്തോട് ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുത്തുന്നു. രാജ്യത്തിന് സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അതിലേക്ക് ആവശ്യിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി അതിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ്, ജനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് ഓരോരോ വിഷയങ്ങൾക്കായി ഇറങ്ങുന്നവരെ, അവരുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെ നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവരെ, അവരിന്ന് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേകമായ ലക്ഷ്യങ്ങൾ, അതിനുവേണ്ടിയുള്ള എഴുത്തുകുത്തുകൾ, കറസ്പോണ്ടൻസ്, അതിനുവേണ്ടിയുള്ള യാത്രകൾ എല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥന ആശ്രയിച്ചുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന കൂടി ആശീർവാദം പ്രാപിക്കാമല്ലോ, ഇന്ന വിഷയങ്ങൾക്ക് ഓർത്ത് ആശ്വസിച്ച് കിടക്കുന്നവരെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആശുപത്രി പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ് ഓഫീസുകളിലെ മറ്റ് പ്രൈവറ്റ് സ്വകാര്യ ജോലി സംബന്ധ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ, ക്ലേശങ്ങൾ, പ്രതിരോധങ്ങൾ, മത്സരത്തിൻ്റെ അവസ്ഥകൾ എല്ലാം അവകാശിയമ്മ, സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി തക്ക സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും നിങ്ങളുടെ കഴിവിനേക്കാളുപരി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ബലഹീനതയിലും അശക്തമായ സാഹചര്യങ്ങളിലും നിനക്ക് അനുഭവവേദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ അവസ്ഥകൾ ടെസ്റ്റുകൾ കൊടുത്തിരിക്കുന്നവർ, ബ്ലഡ് പോലെയുള്ള സംഭവങ്ങൾ, ബയോപ്സിയൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് അനുകൂലമായ റിസൾട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ മകനും ദൈവത്തിൻ്റെ മഹത്വം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ വിശ്വസിച്ച എല്ലാവർക്കും ദൈവമഹത്വത്തിലുള്ള അവകാശം ഉണ്ടെന്നുള്ള സൂചന കർത്താവെ നീ നൽകുന്നുണ്ട്. ഈശോയെ, അതനുസരിച്ചുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ഭവനരഹിതയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മാറി മാറി വരുന്ന കാലാവസ്ഥകളിലെ പല കാർഷിക മേഖലകളിലും കടലോര മേഖലകളിലും ഒത്തിരിയേറെ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഈശോയെ, ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോകുന്നവരുണ്ട്. കർത്താവ്, പണം മറ്റു സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയിട്ട് പട്ടിണി കിടക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ളവരുടെ യാത്രകൾ അവർക്ക് സമാധാനവും സന്ധിപ്പും ലഭിക്കാൻ അവരുടെ പരിശ്രമങ്ങൾ കർത്താവെ പണം മനഃപൂർവ്വം പിടിച്ചു വച്ചിരിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം മനസ്സ് ഇളതായിക്കൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് പണം കിട്ടാനുള്ള അവർക്ക് ലഭിക്കാനും അതുവഴി സ്വസ്ഥവും സമാധാനവുമായിട്ടവർ ജീവിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. പകർപടി ചെയ്യാത്തവരുണ്ട്, നടക്കാത്തവരുണ്ട്, നടത്തിക്കാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിടത്തും പോകാതെ കെട്ടിയ കാറിൽ കിടന്ന് അലയണ ആൾക്കാരുണ്ട്. ആരുടെയെങ്കിലും ഒരാളുടെ കടുപ്പിടുത്തം കാരണമോ കഴിവില്ലായ്മ കാരണമോ ഒത്തിരി പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കൃത്യം ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഈഗോ അടിച്ച് വാശിപ്പുറം കുടുംബം തകർക്കുന്ന പൈശാചിക പ്രവണത സ്വഭാവമുള്ളവരുണ്ട്. കർത്താവ് വിശുദ്ധമായ രക്തത്താൽ അവിടെ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ശക്തി, മാതാവിൻ്റെ പ്രത്യക്ഷിക്കുന്ന ശക്തിയാൽ യേശുക്രിസ്തു നാമത്തിൽ നീ അനുഗ്രഹം പ്രാപിക്കുകയും ആശ്രയിക്കപ്പെടുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് നീ സാക്ഷ്യം വർഷങ്ങളായി നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിടുതൽ ലഭിച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനാ ജീവിതത്തിലെ ചെറിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ട്, അതുപോലെ വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥനയുണ്ട്. എന്തെങ്കിലും പറയണമെന്നറിയാമോ? ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അല്ലെ? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അത് തന്നെ മരണം വരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരില്ലേ? അത് ചെറിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ഇനി വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ട്.
പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അത് ഇത്തിരി ഇമ്മിണി വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥനയാണ്. ഒരു ക്രിസ്ത്യാനി വല്ലപ്പോഴെങ്കിലും കൂടി വലിയ ബഡ്ജറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് കൊച്ചു മനുഷ്യരെ പോകുന്നതല്ലേ. വലിയ ബഡ്ജറ്റ് എന്താണ്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്ത് ചെയ്യണം? അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. യോഹന്നാൻ 17:4-5. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഒത്തിരി പേര് ദാരിദ്ര്യം പിടിച്ച് ആധ്യാത്മിക ദാരിദ്ര്യം പിടിച്ച് ജീവിക്കുന്നതിൻ്റെ കാരണം ചെറിയ ബഡ്ജറ്റ് പ്രാർത്ഥനയ്ക്ക്, എപ്പോഴും ചെറിയ ബഡ്ജറ്റിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അതിനുള്ള മാർഗം അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെ വലിയ ബഡ്ജറ്റിന് പ്രാർത്ഥിക്കണമെന്ന്. വലിയ ബഡ്ജറ്റിന് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഈശോയുടെ സമീപനം എന്താണെന്ന് വെച്ചാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ക്യാരി ഓവർ ചെയ്യും. അതെങ്ങനെ? സ്വന്തം അക്കൗണ്ട് എടുക്കത്തില്ല, അത് അപ്പായുടെ അക്കൗണ്ടിലേക്ക് അത് ക്യാരി ഓവർ ചെയ്യും എന്നാണ്. എന്ത് സഹിച്ചാലും പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നതനുസരിച്ച് കൊണ്ട് അങ്ങാണല്ലേ മഹത്വപ്പെടേണ്ടത്. ദാറ്റ് മീൻസ് അങ്ങയുടെ ഇഷ്ടം ഞാൻ ഏറ്റെടുക്കുന്നതിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഇഷ്ടം ഞാൻ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു. ഭയങ്കര രസമാണ് ആ പ്രാർത്ഥന. യോഹന്നാൻ 12:27-28. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സങ്കടാങ്കാരം വരെ സംഭവിക്കണേ. ഇപ്പം ആൾക്കാർക്കല്ല, ഇപ്പം നമുക്ക് സംഭവിക്കുകയെ കുറേ വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. അതാ പിതാവേ, എൻ്റെ ആത്മാവ് മരണകരമായ ദുഃഖം അനുഭവിക്കുന്ന കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. എന്താ പറഞ്ഞത്? ഞാനെന്ത് പറയണ്ടു? അതാണ്, ഞാനെന്ത് പറയണ്ടു. അപ്പോൾ പ്രാർത്ഥിക്കാൻ പ്രയാസം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുമ്പോൾ അതാണ് ബിഗ് ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന. എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ദൈവം മഹത്വപ്പെടല്ല. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം. ഇപ്പോൾ യൂദാസ് ഒറ്റിക്കൊടുക്കാൻ വരണം. എൻ്റെ ആത്മാവ് മരണകരമായ വേദന അനുഭവിക്കുന്നു, പക്ഷേ എന്ത് ചെയ്യണം? അത് ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതണം. അതുകൊണ്ടാണ് അവനെ സ്നേഹിത എന്ന് വിളിക്കണത്. അല്ലെങ്കിൽ ശത്രു എന്ന് വിളിച്ചാൽ മതി. നീ ചതിയാന്ന് പറഞ്ഞാൽ പോരെ. അപ്പം സ്നേഹിത എന്ന് വിളിക്കാൻ കാരണം കർത്താവ് യൂദാസ് മുത്തിയപ്പോൾ കർത്താവ് സ്നേഹിത എന്നല്ലേ വിളിക്കണേ. മത്തായിയുടെ സുവിശേഷം 26:50. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അതായത് അവിടെ ചതിയനാണ് ശരിക്കും കർത്താവ്. പക്ഷെ ചതിയൻ എന്ന് വിളിക്കാത്തതിൻ്റെ കാരണം യൂദാസിൻ്റെ ആ കഠോരമായ പ്രവൃത്തികളെ പിതാവിൻ്റെ അക്കൗണ്ടിലൂടെ എടുത്ത് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം എടുത്തുകൊണ്ടാണ് ഈ ചതിയ സ്നേഹിതനായി വന്നത്. അതാണ് വിഷയം. അത് റോഡ് ചെയ്ത് വന്നത്. അപ്പം നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് മോശമായിട്ട് തോന്നണത് ദൈവഹിതത്തിൻ്റെ അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം. പക്ഷേ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യേണ്ട, അക്കൗണ്ട് വഴി എടുക്കേണ്ട കാര്യങ്ങൾ, അതിനാണ് ഈ വലിയ ബഡ്ജറ്റ് പ്രാർത്ഥന എന്ന് പറയണത്. ഇപ്പോൾ ചില എന്ന് വെച്ചാൽ അർത്ഥം ഇപ്പോൾ പീലാത്തോസിൻ്റെ കൈ കഴുകൽ ഒഴിവാക്കാൻ പറ്റത്തില്ല.
പത്രോസിന് തള്ളിപ്പറച്ചത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിന് ഈശോ എന്താ പറയുന്നത്? പിതാവേ, അങ്ങേ പകരം എന്നെ മഹത്വപ്പെടുത്തണമേ. അതാണ് പ്രശ്നം. യുദാസിൻ്റെ സഹന സാഹചര്യത്തിൽ കിടക്കുന്ന കർത്താവിന് കിട്ടാൻ പോകുന്ന ഭയങ്കരമായ മഹത്വം, അതാണ് കർത്താവിന് എൻകാഷ് ചെയ്ത് കിട്ടേണ്ടത്. പക്ഷേ ഒപ്പ് പിതാവിൻ്റെതാണ് കിടക്കുന്നത്. അതുകൊണ്ട് പിതാവിൻ്റെ അക്കൗണ്ടിൽ അത് വരത്തുള്ളൂ. അതുകൊണ്ടാണ് പിതാവേ, അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ചതിയനെ സ്നേഹിതമെന്ന് വിളിക്കണേ. ക്രിസ്ത്യാനിറ്റി ഒരു സമീപനമാണ് സഹോദരങ്ങളെ. ഇതിങ്ങനെയാണ് ലോകത്തെ ജയിക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കണം. ഞാൻ പിതാവിൻ്റെ അക്കൗണ്ടിലോട്ട് എടുത്തിട്ടാണ് അത് സ്വീകരിച്ചപ്പോഴാണ് ഞാൻ ലോകത്തെ ജയിച്ചത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. ഇങ്ങനെയാണ് സമാധാനം കണ്ടെത്തുന്നത്. പ്രശ്നകാലങ്ങളിൽ കർത്താവ് സമാധാനം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. കർത്താവ് സമാധാനം കണ്ടെത്തിയ പിതാവിൽ നിന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ സമീപനത്തിലൂടെയാണ് നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത്. പറഞ്ഞോളൂ. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മാറ്റാൻ പറ്റാത്ത സംഭവങ്ങളുണ്ടാവും, ക്ലേശങ്ങളുണ്ടാവും. എങ്കിലും ധൈര്യമായി, എന്നാൽ പോലും നിങ്ങൾ ധൈര്യമായിരിക്കണം. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തെ എങ്ങനെയാണ് കീഴടക്കിയത്? അത് മഹത്വമാണെന്ന് മനസ്സിലാക്കിയിട്ട് പിതാവിൻ്റെ ഒപ്പാണ് ആ സഹനത്തെ കിടക്കണം കണ്ടിട്ട് പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് പിതാവിൻ്റെ അക്കൗണ്ടിലൂടെ അത് മാറിയെടുത്ത്. അതാണ് അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തുന്നത് പറയുന്നത്. അപ്പോൾ ഇതാണ് ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കൃപയാണ് അതിൻ്റെ വരുമാനമൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്മോൾ ബഡ്ജറ്റിൽ കിടന്ന ജീവിതം എപ്പോഴും നശിപ്പിക്കാതെ ഇടയ്ക്കൊക്കെ ബിഡ്ജിപ്പ് ചെയ്യാൻ സാധിക്കുന്നത് ദൈവാനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും പറയുന്ന പോലെ സന്തോഷമായിരിക്കുക. എത്തപ്പെടേണ്ടിയ സ്ഥലത്താണ് അങ്ങ് വന്നെത്തിയിരിക്കുന്നത്. അവബോധം വേണം, ഞാൻ മാതാവിൻ്റെ കൂടെ ഇരിക്കുകയാണെന്ന്. അവബോധമാണ്, ബോധ്യമാണ് നമുക്ക് അനുഭവം തരുന്നത്. അത് അമ്മയെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുകയില്ല വേണ്ടത്, അനുഭവിക്കണം. അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സ്നേഹം അനുഭവിക്കണം. അതിന് വലിയൊരു ആഗ്രഹം വേണം. ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അമ്മ അടുത്തുണ്ടാകണം. എല്ലാ കാര്യത്തിലും അമ്മ ഇടപെടണം. എല്ലാ കാര്യത്തിലും. ചെറിയ ചെറിയ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും കുഞ്ഞ് പറയുന്നത് എനിക്ക് സാധിക്കില്ല, നീ വന്നെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഇങ്ങനെ കരച്ചിലും ബഹളവും ആയിരിക്കും. അമ്മ അടുത്ത് വേണം. ഇതെപ്പോഴാണ് അമ്മയെ ആശ്രയിക്കുന്നത് കുറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രായമാകും തോറും നമ്മളെ കഴിവ് വർദ്ധിക്കുമ്പോൾ നമുക്ക് അമ്മയുടെ സാന്നിധ്യം കുറഞ്ഞു പോകും. നമ്മളെ സ്വന്തം അമ്മയുടെ. ഞാൻ ചെറുപ്പത്തിലെ പലപ്പോഴും എനിക്ക് വലിയ ഇഷ്ടമാണ്. ചെറുപ്പത്തിലെ സ്കൂളിൽ പോകുമ്പോൾ ഷൂലേസ് കെട്ടാൻ എനിക്കറിയില്ല. അപ്പോൾ ഷൂ ഇടാറാകുമ്പോഴത്തേക്ക് അമ്മ വന്ന് അടുത്തിരിക്കും, ഷൂ ഇട്ട് തരും, ഷൂലേസൊക്കെ കെട്ടും. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഷൂലേസ് ഇങ്ങനെ കെട്ടാൻ പഠിക്കണം, 4 ഇതായിട്ട് വെന്നോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ജീവിതത്തിലൊരു കുറവ്. സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അടുത്ത അമ്മയില്ലല്ലോ. അതേപോലെ തന്നെ കുളിച്ചിട്ട് വരുമ്പോൾ ബട്ടൺ ഇടാൻ അറിയില്ല ചെറുപ്പത്തിൽ. അപ്പോഴും അമ്മ ഒന്ന് ഇട്ട് തരുമ്പോഴത്തേക്ക് ഒരു സന്തോഷം. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ആലോചിച്ച് നോക്കും, ഈ ബട്ടൺ ഇടാൻ പഠിച്ചത് വലിയ പ്രശ്നമായിപ്പോയല്ലോ എന്ന്. അതേപോലെ ഭക്ഷണം കഴിക്കാൻ അറിയാതെ ഇരുന്ന കാലവും നല്ല കാലമായിരുന്നു. അമ്മ ഊട്ടിത്തരുമായിരുന്നു. അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ തനിച്ച് ചെയ്യേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിലും
ഏതൊക്കെ മേഖലയിൽ നിനക്ക് കഴിവില്ലെങ്കിൽ അതിനീ സന്തോഷിക്കണം, അതിനെ അമ്മയെ ആശ്രയിക്കണം. എല്ലാ കാര്യത്തിലും തന്നെ അമ്മേനെ നീ ആശ്രയിച്ച് ജീവിക്കണം. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കഴിവ് കൂടുമ്പോൾ ആശ്രയം കുറഞ്ഞു വരും. എങ്ങനെയാണ് അമ്മയെ ആശ്രയിച്ച് ജീവിക്കുക? അത് അമ്മയ്ക്കും അതാണ് ഇഷ്ടം. എല്ലാ കാര്യത്തിലും ഇടപെടണം. അമ്മയ്ക്ക് എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഏതൊക്കെ കാര്യത്തിൽ എനിക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടോ, കഴിവില്ലാത്ത കാര്യമുണ്ടോ, അതിലെല്ലാം അമ്മ ഇടപെടും. അമ്മയെ ആശ്രയിച്ച് ജീവിക്കണം. അമ്മയെ ആശ്രയിക്കുന്ന എങ്ങനെയാണ്? ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എന്താ ചെയ്യുക? ഏത് കാര്യമാണെങ്കിലും അമ്മയോട് അന്വേഷിക്കും, അമ്മയോട് ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം. നമ്മൾ പലർക്കും ആ ഒരു പ്രശ്നമാണ്. നമ്മൾ ചോദിക്കില്ല. നമ്മളുടെ കഴിവ് നമ്മളെ കഴിവിൽ അങ്ങോട്ട് വിശ്വസിച്ച് ആദ്യം അങ്ങോട്ട് കയ്യും കാലിട്ട് കടിച്ച് കാര്യം സാധിക്കാനൊക്കെ എല്ലാം നോക്കും. ഇല്ലെങ്കിൽ കൂട്ടുകാരോട് ചോദിക്കും, ഇല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ അന്വേഷിച്ച് ആരൊക്കെ ഉണ്ടോ അവരോടെല്ലാം അങ്ങോട്ട് ചോദിച്ച് കിടക്കും. അമ്മയോട് ചോദിക്കില്ല. അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചത് ആരാണ്? ഈശോ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരവാദിത്വം ആരാ? ഈശോയുടെ ഉത്തരവാദിത്വമാണ്. അമ്മ ചോദിക്കുമ്പോഴത്തേക്ക് ഈശോ അത് ചെയ്തു തന്നെ എന്നുള്ള ഉത്തരവാദിത്വമാണ്. പണ്ടും ഈശോയ്ക്ക് അറിയാം. ഈശോയ്ക്ക് ഒരു ഇഷ്ടമാണ്, ആശ്രയിക്കുന്നതിൽ വലിയ ഇഷ്ടമാണ്. ഈശോയ്ക്ക് അറിയാം പത്രോസിനെ നീന്താൻ അറിയാമെന്നൊക്കെ അറിയാം. മത്തായി 14:30 നോക്കുമ്പോൾ ഈശോ വെള്ളത്തിൽ കൂടി നടന്നു വരുമ്പോൾ പത്രോസ് പറയും, ഞാനും കൂടി നടന്നു വരാമെന്ന് പറയും. മുങ്ങാൻ ആകുമ്പോഴത്തേക്കും, അയ്യോ എന്നെ രക്ഷിക്കണേ കർത്താവേ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. കടലിൽ തന്നെ ജീവിച്ച് വളർന്ന മനുഷ്യനാണ് പത്രോസ്. എന്നിട്ടും കർത്താവിന് പറഞ്ഞൂടെ, എടാ നിനക്ക് നീന്താൻ അറിയാമല്ലേ? പിന്നെന്താ, നിനക്ക് നീന്താൻ അറിയാം. പക്ഷെ കർത്താവ് കൈ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ മേഖലയിൽ കഴിവുണ്ടെങ്കിലും നമുക്കത് ഇല്ലാത്ത പോലെ തന്നെ വിചാരിക്കണം. എന്നിട്ട് എല്ലാ കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കണം. അത് 1 തെസ്സലോനിയ 5, 16, 17, 18 അത് ആശ്രയിക്കുന്നത് എങ്ങനെയാണ്? എന്ത് തന്നെ സംഭവിച്ചാലും എല്ലാ സാഹചര്യത്തിലും നീ നന്ദി പറയുക, സന്തോഷിക്കണം. ഇത് എന്തിനാ സന്തോഷിക്കണം എന്നുള്ളത് ഇതിൻ്റെ കൂടെ പറയാം. എല്ലാ കാര്യത്തിലും സന്തോഷിക്കണം. എന്നിട്ട് നന്ദി പറയണം. സന്തോഷിച്ചിട്ട് നന്ദി പറയണം. എന്ത് സംഭവിച്ചാലും നന്ദി പറയുക. അത് തന്നെയാണ് പ്രാർത്ഥന. നന്ദി പറയുന്ന പ്രാർത്ഥനയാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ആശ്രയിച്ച് നിൽക്കണം. ആശ്രയിക്കുന്നത് ചെറിയ കാര്യമാണെങ്കിൽ പോലും, ഇപ്പോൾ ഇന്ന് കൃപാസനത്തിലേക്ക് വന്ന് ഞാൻ കാലത്തെ പോവുകയാണ്, ഞാൻ കാലത്തെ തന്നെ പോയിക്കോട്ടെ, 7 മണിക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് ദൈവത്തോട് ചോദിക്കണം. ബസ്സിൽ പോവുകയാണ്, ഞാൻ ബസ്സിൽ പോയിക്കോട്ടെ, ദൈവത്തോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം. എന്നിട്ട് മക്കളുടെ കാര്യം, അവർ സ്കൂളിൽ പോകുമല്ലോ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണോ, 4 മണിക്ക് എണീക്കട്ടെ, പരസ്യത്തൊന്നും എല്ലാം ചോദിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ സംശയമുണ്ട്? 4 മണിക്ക് എണീച്ച് ഭക്ഷണം വയ്ക്കണോ, ഇല്ല അവർക്ക് കാശ് കൊടുത്ത് വിടണോ, അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി തരും. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ദൈവത്തോട് ചോദിക്കാത്തപ്പോൾ എന്നിട്ടത് കാത്തിരിക്കണം. ദൈവം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കില്ല. ദൈവത്തോട് ഇങ്ങനെ ചോദിച്ച് നമ്മൾ ശീലിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അത് കുറേ അനുഭവം, കുറേ ദിവസം അനുഭവം പറയാൻ തുടങ്ങിയാൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക.
ദൈവത്തിൻ്റെ കൂടെ അതുപോലെ ജീവിക്കണം. ഇത് എന്നെ സ്വാധീനിച്ച ഈ ഇടയ്ക്ക് വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ 2007 ഞങ്ങൾ കോയമ്പത്തൂർ പോയി. അത് അച്ഛൻ എൻ്റെ വീട്ടിൽ കൊച്ചിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനോട്ട് പറഞ്ഞ്, അമ്മ മാതാവ് പറയുക കോയമ്പത്തൂർ പോകാമെന്ന്. അടുത്ത ദിവസം പാക്ക് ചെയ്ത് കൈ കിട്ടുന്ന ബാഗൊക്കെ എടുത്തുകൊണ്ട് വീട് അങ്ങനെ തന്നെ വിട്ടിട്ട് കട്ടിലൊന്നും എടുത്തില്ല, ഞങ്ങളെല്ലാം കൂടി അങ്ങോട്ട് പോയി. എന്തിനാ പോകണമെന്നൊന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. കോയമ്പത്തൂർ പോയി. അവിടെ ഒരാളെ അറിയില്ല, ഭാര്യയുടെ വീട് അവിടെ, എനിക്കൊരു സ്ഥലം പോലും അറിയില്ല. അങ്ങനെ അവിടെ പോയി. അവിടെ ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ അതൊക്കെ വേറെ കാര്യം, അതൊക്കെ ദൈവത്തിൻ്റെ തിരുമനസ്സായിരുന്നു. അവിടെ പോയി ഞാനെന്ത് ചെയ്ത്, എനിക്കൊരു സ്ഥലമുണ്ടായിരുന്നു, ഹോട്ടൽ പണിഞ്ഞ്, വലിയ ഹോട്ടലാണ്, സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന് വേണ്ടിയിട്ടാണ് ദൈവം അങ്ങോട്ട് പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഇതൊക്കെ പണിഞ്ഞ്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. അവിടെ ഒരു പ്രാർത്ഥന കൂട്ടായ്മ, കോയമ്പത്തൂർ കൃപാസന മിഷൻ, ഞങ്ങൾ അവിടെ തുടങ്ങാൻ ഇടയായി. അതൊക്കെ പിന്നെ. പക്ഷേ ഈ ഹോട്ടൽ എനിക്ക് എപ്പോഴും ഒരു തലവേദനയായിരുന്നു. വലിയ ഹോട്ടലാണ്, പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്, കുറേ കോൺടാക്ട്സ് എനിക്ക് അതുവഴി കിട്ടി. അത് വലിയ തലവേദനയായി. ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇതെങ്ങനെയെങ്കിലും വിൽക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വിൽക്കാൻ സാധിക്കില്ല, അത്രയും വിലയും അതിന്. കുറേ കാശ് മുടക്കി, വലിയ ബിൽഡിങ്ങാണ്, 4 നില ബിൽഡിങ്ങാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് കിടക്കും. ഇത് വലിയ പ്രശ്നമാണ്, എല്ലാവർക്കും ഉണ്ടാവും. ചിലവർക്ക് മകളെ കെട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും, ഉടമ്പടി കൂടും, എല്ലാം ചെയ്യും. പക്ഷെ മനസ്സിൽ കിടക്കുക, അയ്യോ മകൾ പോയാൽ ഞാൻ ഒറ്റപ്പെടില്ലേ. പ്രൈസ് ദി ലോർഡ്. മകനെ കെട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും, അതിനുവേണ്ടി വന്ന് പ്രാർത്ഥിക്കും, കാണുന്നവരോടെല്ലാം പറയും, പ്രാർത്ഥിക്കാൻ പറയും. എന്നാൽ അകത്ത് കിടക്കും, മരുമകൾ വന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകില്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒറ്റപ്പെടില്ലേ. ഇത് വലിയ പ്രശ്നമാണ്. നമ്മൾ തന്നെ പിടി വിടുകയില്ല, എന്നിട്ട് പിടി നമ്മളെ കയ്യില്ല, എന്നിട്ട് ഈ പിടി വിട്ടുപോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക, അമ്മ വിടുകയില്ല, ഇങ്ങനെ വലിച്ച് കെട്ടിവെക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് തന്നെയായിരുന്നു പല കാര്യവും അനുഭവം കിട്ടിയെങ്കിലും ഇത് ഞാൻ പിടിവിടില്ല. ആൾക്കാർ വല്ലവരും ഇത് വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കില്ല. ഇത് തന്നെയാണ്, മക്കൾക്ക് കല്യാണം ആവണമെന്ന് വിചാരിക്കും, വല്ലവരും പെണ്ണ് നോക്കാൻ വരും, നമ്മൾ തന്നെ അത് കുറ്റം പറഞ്ഞാൽ ഇല്ലാതാക്കി കയറാം. പ്രൈസ് ദി ലോർഡ്. പെണ്ണിനെ നോക്കുമ്പോഴത്തേക്കും മകനോട് പറയും, എടാ ഇതിനേക്കാളും നല്ലത് കിട്ടൂടാ. പ്രൈസ് ദി ലോർഡ്. അമ്മ ഈശോടത്ത് പ്രാർത്ഥിച്ചിട്ടില്ലേ, ഈശോടത്ത് പ്രാർത്ഥിച്ചിട്ടാ, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാ ഈ പെണ്ണ് വീട്ടുകാർ തന്നെ, പക്ഷേ പിടിവിടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് എപ്പോഴും അച്ഛനോട് പറയും, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ വേളാങ്കണ്ണി പോകുമ്പോഴും എല്ലാം ഹോട്ടലിൽ വിൽക്കണമെന്ന്. പക്ഷേ മനസ്സിൽ കിടക്കുക, ഇത് വിറ്റാൽ എനിക്ക് പിന്നെ കോൺടാക്ട്സ് പോയി, അവിടെ പ്രാർത്ഥന, അവിടെ ഹോള നടക്കണ അതും ഇല്ലല്ലോ എന്ന്. അപ്പം മാതാവിൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെ ഉത്തരവുണ്ട്. ഞാൻ ഇത് മാതാവിനോട് സമർപ്പിക്കും. എന്നിട്ട് അതുകൊണ്ട് തലവേദന എന്ന് പറഞ്ഞാൽ തലവേദനയായിരുന്നു, നല്ല. എന്നാലും ഞാൻ ഇത് വിൽക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ മനസ്സിലിങ്ങനെ കിടക്കുക, ഞാൻ തന്നെ അത് വിൽക്കാൻ തടസ്സമായിട്ട് നിൽക്കും. മനസ്സിൻ്റെ അകത്തേക്കിങ്ങനെ കിടക്കുക. ഇതുപോലെ പലവരിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്താലും നിയോഗം നിങ്ങൾ വെച്ചിട്ടുള്ളത് എപ്പോഴോ കിടക്കുക. ഈ നിയോഗത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട്, ഇത് വേണ്ടെന്ന് പറഞ്ഞു. ദൈവ തിരുവരസിന് വിട്ടുകൊടുക്കണം. ഇത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച്, എനിക്കറിയാമായിരുന്നു, എനിക്ക് മനസ്സുകൊണ്ട് ചിലപ്പോൾ ഇത് വിൽക്കാൻ ആഗ്രഹം ഉണ്ടായില്ല ദൈവത്തിന് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്നെ തന്നെ ആശ്വസിച്ചിങ്ങനെ വിട്ടുവെക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്ക് തലവേദനയെന്ന് വെച്ചാൽ നല്ല തലവേദനയാണ്. കുറേ സമയം ഇതിന് വേസ്റ്റാകും. ഞാൻ ദൈവത്തോട് പറയും, ആ സമയം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഇതിനെ ജോലി ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും.
എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു വലിയ വിലയും മനസ്സിൽ കണക്കാക്കി വെച്ചു. ഇത് വന്നാൽ വിൽക്കാം, പക്ഷെ അത് കൂടുതലാണ്, അതിൻ്റെ പകുതി വിലയെ കിട്ടാൻ പാടുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ വില പകുതി വിലയേ ഉള്ളൂ, എന്നാൽ ഞാൻ അതിൻ്റെ ഡബിളാക്കി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഈ വില വന്നേ നമുക്ക് കൊടുക്കാം. അങ്ങോട്ട് പറയുക, അമ്മയ്ക്കറിയാതെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. ഹല്ലേലൂയ. അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജോസഫ് അച്ഛനെ അങ്ങോട്ട് അയച്ചു എൻ്റെ അടുത്ത്. ഞാൻ ഇത് 6 കൊല്ലം 7 കൊല്ലമായിട്ട് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുക, ഇത് വലിയ വിഷയമാണ്. അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കുക എല്ലാ കാര്യവും നടക്കേണ്ടല്ലോ, ഇത് മാത്രം എന്താ സാധിക്കാത്തത്. അച്ഛൻ പ്രാർത്ഥിച്ചിട്ടെന്താ, അച്ഛനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ. എപ്പോഴും വന്ന് മെസ്സേജ് എടുക്കും, വിൽക്കാൻ വേണ്ടി മെസ്സേജ് കിട്ടും, എന്നിട്ട് ഇത് സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അച്ഛന് കൊറോണ പോസിറ്റീവായി ഇവിടെ ടെസ്റ്റ് ചെയ്ത് അവിടെ വന്ന് 24 ദിവസം നിൽക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ 24 ദിവസം എൻ്റെ ഹോട്ടലിൽ വന്ന് താമസിച്ച ഒരു മുറിയിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വന്നപ്പോൾ അച്ഛനോട് ഞാൻ പോയി പറഞ്ഞ്, അച്ഛോ എനിക്ക് ഈ ഹോട്ടൽ വിൽക്കണം, അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന്. അച്ഛൻ പറഞ്ഞ്, ഞാൻ ഇവിടെ ഇരുന്ന് പോണതിന് മുമ്പ് വിൽക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിലുള്ള രസമെന്താണെന്ന് വെച്ചാൽ കൊറോണ ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ നെഗറ്റീവ് ആകും, അച്ഛൻ പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു 5-6 ദിവസത്തിനകത്ത് എവിടെ നിന്ന് ഇത് വിൽക്കാനാണ്, അല്ലാതെ എനിക്ക് ഈ വിലയും കിട്ടണ്ടേ. പ്രൈസ് ദി ലോർഡ്. 6 ദിവസം കഴിഞ്ഞ് അച്ഛനെ ടെസ്റ്റ് ചെയ്ത് അച്ഛന് ഒരു സിംറ്റംസും ഇല്ല. ഇവിടെ വെറുതെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കൊറോണ പോസിറ്റീവ് എന്ന് പറഞ്ഞ് വന്ന് അവിടെ ടെസ്റ്റ് ചെയ്ത് ഒരു സിംറ്റമും ഇല്ല, ഒന്നുമില്ല. അച്ഛൻ റൂമിലിരിക്കുക. ഇച്ചിരി ജലദോഷം ഉണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്ത് പിന്നെയും പോസിറ്റീവ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് കൊന്ത ചൊല്ലിയാ, പുറത്തിറങ്ങാൻ പറ്റില്ല, റൂമിൽ തന്നെയാണ് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അച്ഛന് പോസിറ്റീവ്, അച്ഛൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു 5 ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ KG ഹോസ്പിറ്റലാണ്. അവർക്ക് നേരത്തെ അവർ എന്നോട് വില പറഞ്ഞ പകുതി വിലയ്ക്കാണ് ചോദിച്ചത്, പിന്നെ അത് നടന്നില്ല. അവർ പറഞ്ഞു വെച്ച പോലെ തന്നെ വന്ന് ചോദിക്കുക, ഇവിടെ പ്രതീക്ഷിക്കാതെ വന്ന് ചോദിക്കുക ഈ ഹോട്ടൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു വില പറഞ്ഞ് ആ ഡബിൾ വില കൂടുതൽ തന്നെയാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക. അച്ഛനുണ്ടല്ലോ, ഞാൻ 1 രൂപ കൂടി കൂട്ടി പറഞ്ഞു, കുറച്ചുകൂടി കൂട്ടി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അവരൊന്ന് സംസാരിച്ച് 10 ദിവസമായി. പിന്നെ ടെസ്റ്റ് ചെയ്ത് 5 ദിവസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുക, പിന്നെയും പോസിറ്റീവ് തന്നെ പറയുക. അമ്മ മാതാവ് ചെയ്യിപ്പിക്കുക. അച്ഛൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിൽക്കില്ല. അപ്പോൾ അത് മാതാവിന് അറിയാം. എന്നാൽ എനിക്ക് അഡ്വൈസ് ചെയ്യാൻ അച്ഛൻ പറയണതില്ലാതെ ഞാൻ കേൾക്കുകയില്ല. ഞാൻ തന്നെ ഇതിൻ്റെ തടസ്സം നിൽക്കുക. അത് എനിക്ക് പിന്നെ ഞാൻ മനസ്സിലായത്, ഈ ഹോട്ടൽ വിൽക്കാൻ ഈ 6 കൊല്ലം 7 കൊല്ലമായിട്ട് തടസ്സം നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലും പല നിയോഗത്തിനും ദൈവ തിരുമനസ് നടപ്പിലാക്കാൻ നമ്മൾ തന്നെ തടസ്സം നിൽക്കും. പല കാര്യത്തിലും നമ്മൾ ചില കാര്യങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഉടമ്പടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അത് നമ്മൾ ചോദിക്കുന്ന ഒന്നായിരിക്കും, അതിൻ്റെ വേറെ രീതിയിൽ അമ്മ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതൊക്കെ നന്ദി പറഞ്ഞ് അങ്ങോട്ട് അംഗീകരിക്കണം. അത് ദൈവഹിതമാണോ ഇല്ലയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ആർക്കെങ്കിലും അറിയാവോ? ചില കാര്യത്തിന് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അത് ദൈവ തിരുമനസ്സാണോ ഇല്ല, അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദൈവ തിരുമനസ്സാണെങ്കിൽ നമുക്കതൊരു സാറ്റിസ്ഫൈഡായിട്ട് തോന്നിക്കും. നമുക്ക് മനസ്സിലൊരു സങ്കടമോ ഒരു ക്വസ്റ്റ്യൻ മാർക്കോ ഒന്നും തോന്നിക്കില്ല നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ. ഫസ്റ്റ് പോയിൻ്റ്. പിന്നെ അങ്ങനെ ഒന്നും ഒരു തോന്നലും ഇല്ലെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ എടുക്കുന്ന തീരുമാനം അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാലും തിരക്ക് MBBS പോകാൻ ദൈവ തിരുമനസ്സാണെന്ന് വിചാരിച്ചു,
നിനക്ക് തെറ്റ് എൻജിനീയറിങ്ങിന് പോയി, ദൈവം ആ എൻജിനീയറിങ് നിനക്ക് അനുഗ്രഹിച്ച് തരും. പ്രൈസ് ദി ലോർഡ്. ജസ്റ്റ് ഓപ്പോസിറ്റ് അനുഗ്രഹിച്ച് തരും. അതിന് നന്ദി പറഞ്ഞ് അംഗീകരിക്കണം. കുറ്റം പറഞ്ഞ് പെരുവിറുത്തുകൊണ്ടിരിക്കാൻ പാടില്ല. പലവർക്കുള്ള പ്രശ്നമാണ്, എന്ത് വന്നാലും പെരുവിറുക്കം. നമ്മുടെ ജീവിതത്തിൽ അത് മാത്രം പാടില്ലാത്തതാണ്. എന്ത് വന്നാലും ദൈവം സംസാരിക്കും, പല രീതിയിൽ സംസാരിക്കാം. കുറേ ബൈബിൾ വായിക്കണം, ബൈബിൾ വഴി സംസാരിക്കും. ചിലപ്പോൾ നിൻ്റെ അമ്മയും അച്ഛനെ കൊണ്ട് സംസാരിപ്പിക്കും, ഭർത്താവിനെ കൊണ്ട് സംസാരിക്കും, ഭാര്യയെ കൊണ്ട് സംസാരിപ്പിക്കും. പിന്നെ അതിൽ ആലോചിക്കേണ്ട. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു തീരുമാനം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ നീ അങ്ങോട്ട് എടുക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അച്ഛൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇത് 24 ദിവസം അച്ഛനായിരുന്നു. 20 ദിവസമായപ്പോഴത്തേക്കും അവർ കൊണ്ടുവന്ന് ഞാൻ ചോദിച്ച വില എനിക്ക് തന്ന് അത് ഉറപ്പിക്കുക. ഞാൻ അവിടെ ഇരുന്നപ്പോൾ അച്ഛൻ അവിടെ ഉള്ളപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ കാര്യമെന്ന് വെച്ചാൽ അമ്മ മാതാവിനെ കൊണ്ട് എല്ലാം സാധിക്കും. അതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, രണ്ട് കാര്യം അതിൽ ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന്, അതിന് വേണ്ടത്ര പ്രാർത്ഥന പോരായിരുന്നു. ചില കാര്യത്തിന് ദൈവത്തിന് ആവശ്യമുള്ള പ്രാർത്ഥന വേണം. അതൊരു ഡെപ്പോസിറ്റാണ്. അച്ഛൻ അവിടെ ഇരുന്ന് 24 ദിവസം 20 ദിവസമാണ് പ്രാർത്ഥിച്ചത് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോഴാണ് നടന്നത്. അതെന്ന് വെച്ചാൽ കാലത്ത് തൊട്ട് രാത്രി പോയാലും ഞാൻ റൂം തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. ബൈബിളും എടുത്ത് വെച്ച് കൊന്ത ചൊല്ലുക. 24 മണിക്കൂർ തന്നെ ആയിരിക്കും ഒന്ന് കുറച്ച് നേരം ഉറങ്ങും, പിന്നെ എണിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊന്ത ചൊല്ലുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ അത്രയും പ്രാർത്ഥന നിറച്ച് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം പ്രാർത്ഥിക്കാറാകുമ്പോൾ ഞാൻ നിർത്തിക്കളയും. എന്താ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അകത്ത് ആഗ്രഹം കിടക്കുക ഇത് വിറ്റു പോകരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. എവിടെയോ ഇങ്ങനെ കിടക്കുക, കുറച്ച് സമർപ്പണം കുറവാണ്. അപ്പോൾ അമ്മയ്ക്ക് അറിയാം ഇതിൽ സമർപ്പണം പോരാ, സമർപ്പിക്കടങ്ങി അച്ഛൻ തന്നെ അവിടെ വരണം. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ആലോചിച്ച് പോലും നോക്കാൻ പറ്റില്ല. 24 ദിവസമൊക്കെ വന്നിട്ട് ഒരു ദിവസം അച്ഛനങ്ങോട്ട് തരാമെന്ന് വെച്ചാൽ അത് വലിയ കാര്യം. അമ്മയുടെ ഇടപെടൽ ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ, അമ്മയുടെ കരുതൽ അതുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറയട്ടെ. അത് കഴിഞ്ഞ് എനിക്കൊരു ഫാമുണ്ട്, 10 ഏക്കറിൻ്റെ തോട്ടമുണ്ട്. ഇത് വിൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ ഒരു ഹോള് പണിഞ്ഞ് സിമ്പിളായിട്ട് പണിയാൻ തുടങ്ങിയതാണ്. ഹോളെന്ന് വെച്ചാൽ അത് ഗോഡൗണായിട്ടാണ് പണിഞ്ഞത്. എനിക്ക് അരിയുടെ പയറിൻ്റെ ഒക്കെ കച്ചവടമാണ്. അപ്പോൾ അത് സ്റ്റോക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഹോളായിട്ട് പണിഞ്ഞ. അപ്പോൾ ഇത് പണിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഹോട്ടൽ വിറ്റപ്പോൾ ആ ഗോഡൗൺ എനിക്ക് തോന്നി ഇനി വേറെ സ്ഥലം പ്രാർത്ഥനയ്ക്കില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇത് ഒരു ഹോളായിട്ട് കൺവേർട്ട് ചെയ്ത് മുമ്പിൽ ഗാർഡനൊക്കെ ആയിട്ട്. എനിക്കൊരു പ്രതീക്ഷയുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവിടെ ഇരുന്ന് ഇതൊക്കെ പണിയണതിന് മുമ്പ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനും അച്ഛനെ ആ ഫാമിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു, തോട്ടത്തിലേക്ക് കൊണ്ടുപോയായിരുന്നു. തെങ്ങും തോട്ടോ. അച്ഛൻ അവിടെ മുട്ടിപ്പേ നിന്നിട്ട് പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിക്കേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലായില്ല. നമുക്ക് അവിടെ ഹോട്ടലിലിരിക്കുകയാണ്. പക്ഷെ അന്ന് ആ ഓർമ്മ വന്നു. അച്ഛൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹോളാക്കി. ഹോളെല്ലാം പണിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ ഉറപ്പ് പറയാം, അമ്മ മാതാവിന് ഇപ്പോഴും ഞാൻ നന്ദി പറയാം. ഇവിടെ വെച്ചിട്ട് കോയമ്പത്തൂരിൽ അതുപോലത്തെ ഒരു ഹോളുണ്ടാകില്ല. പ്രാർത്ഥിക്കാൻ അത്രയും സൗകര്യമുള്ളത് അതുപോലെ ആയി കിട്ടി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അച്ഛനത് ബ്ലസ് ചെയ്യാൻ അച്ഛൻ എന്നോട് പറഞ്ഞ് ആഗസ്റ്റ് 3-ാം തീയതി തീരുമാനിച്ച് ബ്ലസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേളാങ്കണ്ണി പോകാം. പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഇങ്ങോട്ട് വരും. ഞങ്ങൾ ഒരുമിച്ചാണ് വേളാങ്കണ്ണി പോകുന്നത്. പ്രാർത്ഥിച്ച് അച്ഛൻ ആ വഴി വേളാങ്കണ്ണി ഇരുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അച്ചു, നമുക്ക് ആദ്യം അച്ഛൻ ഉടർന്ന് തന്നെ ട്രെയിൻ കയറിക്കോ, ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് കയറാം, നമുക്ക് വേളാങ്കണ്ണി ഡയറക്റ്റ് പോകാം, തിരിച്ച് വരുന്ന വഴിക്ക് ബ്ലസ് ചെയ്യാം, 6-ാം തീയതി ബ്ലസ് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയിൽ കുറേ പേര് ഞങ്ങളെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ട്, എല്ലാം തിരക്കാം. 6-ാം തീയതി വന്ന് 5-ാം തീയതി
കോയമ്പത്തൂർ ഇറങ്ങി. അവിടെ കോട്ടേജ് ഉണ്ട്, റൂംസ് ഉണ്ട്. അച്ഛൻ അവിടെ താമസിച്ച് അടുത്ത ദിവസമാണ് ബ്ലെസ്സിങ്. 6-ാം തീയതി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശനിയാഴ്ച അന്ന് ആഗസ്റ്റ് 6 അന്ന് കാലത്തെയാണ് പറയണത്. ഇന്ന് 9 മണി തൊട്ട് എൻ്റെ മാനേജർ എന്നോട് വന്ന് പറയുകയാണ്, ഈ മൊബൈലിൽ മെസ്സേജ് വരും, പവർ കട്ടാണ് ഇവിടെ, 1 മാസത്തിൽ 1 പവർ കട്ടേ ഉണ്ടാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പവർ കട്ടാണ്. 9 മണിക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ 5 മണിക്കേ വരുള്ളൂ. എന്ന് എല്ലാം കൂടി പോയി. അത്രയും തിരക്കാണ്, ഹാളിൽ തിരക്കാണ്, AC ആണ്. അപ്പോൾ അടച്ചിരിക്കുക, അകത്തായിരിക്കും ഇരിക്കാൻ പറ്റില്ല. AC ഇട്ടില്ലെങ്കിലും മൈക്കില്ലെങ്കിൽ സംസാരിക്കാനും പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ജനറേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റി ഒന്നും ആദ്യമായിട്ട് ഇട്ട് നോക്കിയ അത് വർക്ക് ചെയ്ത് പോലും നോക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അത് വർക്ക് ചെയ്യുവാന്ന് പോലും അറിയില്ല. അപ്പോൾ വലിയ ഇതുപോലെ പ്രതിസന്ധി നമ്മളെ ജീവിതത്തിലേക്കും വരും. അന്ന് അമ്മ മാതാവിൻ്റെ ഇടപെടലാണ് ഞാൻ പറയണം. ഇത് ഈ അനുഭവമൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് എല്ലാ മേഖലയിലും ഇടപെടാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 5-6 പേരിക്കെങ്കിലും വിശ്വാസം വന്നു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കുറച്ച് പേർക്ക് വിശ്വാസം വന്നാൽ മതി. അവരെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് വിശ്വാസം വന്നോളും. ഇതൊക്കെ ഞാൻ വെറുതെ വേറെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ ഇല്ല പറയാൻ വേണ്ടിയിട്ടോ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഈ ഇടയ്ക്ക് ഇപ്പോൾ. എന്നിട്ട് ഞാൻ അവിടെ മുട്ടിപ്പോയി നിന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ അടുത്ത് വെച്ച് നോക്കാം, മാതാവല്ലേ ഇത് തന്നെങ്കിൽ. എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലൊരു സംശയം തോന്നിക്കും. എന്തൊക്കെ അനുഭവം കിട്ടിയാലും എത്ര ഉണ്ടെങ്കിലുണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് എന്തിനാ വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ കാര്യങ്ങളുണ്ടാവും. ഇതെന്താ കാര്യമെന്ന് വെച്ചാൽ, ഇതൊരു ടെസ്റ്റാണ്. എപ്പോഴും നമ്മളെ വിശ്വാസം കുറയുമ്പോഴത്തേക്ക് ഉത്കണ്ഠ വരുമ്പോൾ വിശ്വാസം കുറയും. ഉത്കണ്ഠ ശ്രദ്ധിക്കണം. പേടി വരുമ്പോൾ ലൂക്ക 8:25 വഞ്ചി പോകുമ്പോഴത്തേക്കും അവിടെ കൊടുങ്കാറ്റ് വരുമ്പോൾ ശിഷ്യന്മാർ പേടിക്കും. ഈശോ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഈശോ എണീച്ചിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിൻ്റെ വിശ്വാസം എവിടെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിൻ്റെ വിശ്വാസം എവിടെ? അപ്പോൾ നീ എന്തിനാ പേടിക്കുന്നത്? നിൻ്റെ വിശ്വാസം എവിടെ? അതാണ് വൈ യു ആർ അഫ്രേഡ്, വേർ ഈസ് യുവർ ഫെയ്ത്ത്. അപ്പോൾ നിൻ്റെ വിശ്വാസം എവിടെ? അപ്പോൾ വിശ്വാസം പോകുന്നതിൻ്റെ കാരണം എന്താ? വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താ? പേടിയാണ്, ഉത്കണ്ഠയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ആഗ്രഹം ഉണ്ടാവും ദൈവത്തിന്, പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അത് എങ്ങനെയാണ് മനസ്സിലാക്കുക? എൻ്റെ വിശ്വാസം കുറഞ്ഞിട്ടുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? പ്രാർത്ഥിക്കുമ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുക? അത് മനസ്സിലാക്കേണ്ടത്, നീ പ്രാർത്ഥിക്കുമ്പോൾ ഉത്കണ്ഠയോടെയാണ് നീ പ്രാർത്ഥിക്കണമെങ്കിൽ നിനക്ക് നിൻ്റെ വിശ്വാസം കുറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നീ ഒരു ചെറിയ കാര്യം പ്രാർത്ഥിക്കുന്ന, ഈ കൊച്ച് അമ്മയോട് പോയി ഭക്ഷണം ചോദിക്കുന്നത് എങ്ങനെയാണ്? ഉത്കണ്ഠയോടാണോ? പേടിച്ചിട്ടാണോ? എനിക്ക് വിശക്കുന്നു, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? അവിടെ നിന്ന് കൈ കാണിക്കുക, ഇങ്ങനെ കാണിക്കുക, എനിക്ക് വിശക്കണ്ടേ, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അമ്മയ്ക്ക് മുഖം കാണുമ്പോൾ തന്നെ ഉത്കണ്ഠയില്ല. അമ്മയ്ക്ക് അറിയാൻ പറ്റും വിശപ്പ് എന്താ. വിശക്കുമ്പോൾ ഭക്ഷണം തരുന്നതാണ് അമ്മ, നമ്മളമ്മ. വിശപ്പിനനുസരിച്ച് എന്താ നിനക്ക് ആവശ്യം അത് തരുന്ന.
പക്ഷേ ഇത് ഒരു വിശ്വാസം ഉണ്ടാകണം. അതാണ് ദൈവവും നീയുമായിട്ട് അടുപ്പിക്കുന്ന ഒരു ബന്ധം. അത് പൊട്ടിപ്പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ പേടി വരുമ്പോൾ, ഉത്കണ്ഠ വരുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ആവശ്യമുള്ള ഭക്ഷണമെല്ലാം ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനം വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദാനം വഴിയാണ് നിനക്കെല്ലാം. ദൈവം വാഗ്ദാനത്തിൻ്റെ അകത്ത് നിനക്ക് ആവശ്യമുള്ളതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിനക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം ഹെബ്രിയ 4:2 അത് നീ വിശ്വാസത്തോടെ അത് അംഗീകരിക്കാത്തതുകൊണ്ട് മാത്രമായി. യു ഡു നോട്ട് ആക്സെപ്റ്റ് ഇറ്റ് വിത്ത് ഫെയ്ത്ത്. ആ വിശ്വാസം എനിക്കുണ്ടെന്നൊക്കെ നമുക്ക് ഒരു അവബോധം ഉണ്ടാവും. എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ, വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ കൃപാസനത്തിൽ വന്നത്, ഉടമ്പടി എടുത്തത്. പക്ഷെ ആ വിശ്വാസം എവിടെ പോയി? അത് ഉത്കണ്ഠ കൊണ്ട് പോയി മാറിയിരിക്കുക. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് വരാം. അവിടെ 9 മണിയാകുമ്പോഴത്തേക്ക് പവർ കട്ടാകും. ബ്ലെസ്സിങ് വെച്ചിരിക്കണ 11 മണിക്കാണ്. അപ്പോൾ ഞാൻ 8 മണിക്ക് എന്നെ AC ഇടാൻ പറഞ്ഞു, തണുത്തെങ്കിലിരിക്കട്ടെ. പക്ഷെ അത് കേൾക്കില്ല, വലിയ ഹോളാണ്. അച്ഛൻ പ്രസംഗിച്ചാലോ അവിടെ ആൾക്കാർക്ക് തിങ്ങിയിരിക്കാനും പറ്റില്ല. 9 മണിയായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, നിൻ്റെ ആഗ്രഹം എന്താ, അത് നടക്കട്ടെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ അന്ന് 3-ാം തീയതി തന്നെ ചെയ്യുമായിരുന്നു. നിനക്ക് പറയാറുന്നല്ലോ എന്നോട്. 6-ാം തീയതി ഞാൻ ആക്കിച്ച എന്നെക്കൊണ്ട് ഇതിനകത്ത് ഇച്ഛിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവിൻ്റെ കരുതൽ കാണിച്ചു തരാൻ ആ പല സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ എതിരായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നീ എന്ത് പ്രാർത്ഥിക്കുന്നോ അതിൻ്റെ പ്രതികൂലം സംഭവിച്ചു കഴിഞ്ഞാലാണ് നീ കൂടുതൽ സന്തോഷിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ കരുതൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അന്ന് 9 മണി കഴിഞ്ഞ് 10 11 ആയപ്പോഴും ഞാൻ അറിയാതെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. അച്ഛനോട് സംസാരിക്കുകയാണെങ്കിലും ആ ഫാന്, അച്ഛൻ്റെ റൂമിൽ ഫാനുണ്ട്, ലൈറ്റുണ്ട്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പോവും, ഇപ്പോൾ ഓഫാവും. 9 ആയപ്പോഴത്തേക്ക് ടെൻഷനായി. 9:05 ടെൻഷനായി, കറണ്ട് പോയില്ല. 11 ആയപ്പോഴും കറണ്ട് പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് 3 മണിയായി. അന്ന് ബ്ലെസ്സിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കറണ്ട് പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അമ്മ. അവിടെ 1 മാസത്തിൽ അത് ഉറപ്പാണ്. ശനിയാഴ്ച അത് അവർക്ക് തെറ്റിപ്പോയതാണ്. പിന്നെ അത് അന്വേഷിക്കാൻ പോയിട്ടില്ല, അത് തെറ്റിയതാണ്. ആ ഫീസ് ഓഫാക്കാൻ അവർ മറന്നുപോയതാണ്. അമ്മ, ഇതാണ് അമ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയാം, പിന്നെയും പറയാം. അപ്പോൾ അമ്മയുടെ ഇടപെടൽ എന്താണെന്നാ, നമ്മളെല്ലാവരും ബലഹീനതരമുള്ളവരാണ്. അതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വിശ്വാസം അപ്പോൾ കുറയും. അതിനാണ് അമ്മയെ നമുക്ക് തന്നിരിക്കുന്നത്. വിശ്വാസം ഫ്രഷപ്പ് ചെയ്യാനും ശക്തിപ്പെടുത്താനും അമ്മയെ നമുക്ക് തന്നിരിക്കുന്നത്. അമ്മയുടെ കൂടെ ചേർന്ന് നിന്നാൽ മതി. എല്ലാ കാര്യവും അമ്മയോട് ചോദിക്കുന്നു എന്ന് ഞാനതാ പറഞ്ഞത്. നിനക്ക് എന്ത് സങ്കടം വന്നാലും എന്ത് സംശയം വന്നാലും അമ്മയോട് ചോദിക്കാൻ പഠിക്കണം. അതൊരു ശീലമാക്കണം. പ്രൈസ് ദി ലോർഡ്. ചെറിയ കാര്യമാണ് ഇപ്പോഴും. ഞാനിത് അച്ഛൻ അന്ന് ബ്ലെസ് ചെയ്തിട്ട് പോയി. അന്ന് നല്ല തിരക്കുണ്ടായി. അടുത്ത ആഴ്ച പ്രാർത്ഥന വെച്ച് വൈകുന്നേരമാണ്, വെള്ളിയാഴ്ച. അത് കുറച്ച് ഔട്ടർ ഏരിയ ആണ്. ഞങ്ങളെ ഹോട്ടലുണ്ടായിരുന്നത് സിറ്റി സെൻറ്ററിലാണ്. അപ്പോൾ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തിരക്ക് കുറഞ്ഞു അടുത്ത ആഴ്ച വന്നപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് സിറ്റിയുടെ അടുത്ത് തന്നെ, അകത്ത് തന്നെ അവിടെ നിർമ്മല കോളേജ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ ജപമാല റാലി നടത്തുന്നത്. അവിടെ പ്രാർത്ഥന വെച്ചാൽ മതി. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു അന്ന്. പാളയം പള്ളിയിൽ നിന്നപ്പോൾ എനിക്ക് പാളയം പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചെറുപ്പം തൊട്ടേ അവിടെ പോവുക. പണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നപ്പോൾ അവിടെയാണ് പോയി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഇരുന്ന് കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പറഞ്ഞ, അമ്മ പ്രെയർ ഹോളൊക്കെ ബ്ലെസ് ചെയ്ത്, പക്ഷേ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ വരാൻ. ആൾക്കാരൊന്നും വരെയൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇവിടെ? പ്രൈസ് ദി ലോർഡ്. അവിടെയാണെങ്കിൽ നല്ല ബസ്സും ഇല്ല. 2-3 ബസ് മാറി വരണം.
അപ്പോൾ ഇനി ഹോട്ടലിൻ്റെ വേറൊരു ഞാൻ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ പണിഞ്ഞിട്ട് വെച്ചാൽ പോരാ, അതുവരെ സ്കൂളിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി. പിന്നെ കൃപാസനത്തിലുണ്ടല്ലോ പ്രാർത്ഥന നമുക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആൾക്കാരെങ്ങനെ വരാനാ? ഞാൻ അവരെ വിളിച്ച് വർത്തിച്ച് അവരെ കഷ്ടപ്പെടുത്തുന്നതാകില്ലേ? ഓരോരുത്തരെ ഇവിടെ പ്രാർത്ഥന ഉണ്ടെന്ന് അഡ്വർട്ടൈസ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇത് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ആൾ പറഞ്ഞ് ഇനി അടുത്ത ആഴ്ച പ്രാർത്ഥന വയ്ക്കുമ്പോൾ വൈകുന്നേരം പ്രാർത്ഥനയും വയ്ക്കുമ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥന അന്ന് വെച്ചിരുന്നത്. ഞാൻ ഇത് പ്രാർത്ഥിച്ച് റൂമിൽ പോയി, ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് റൂമിൽ പോയി 1 മണിക്കൂറായിട്ടുണ്ടാകും. ഒരു ഫോൺ വന്ന് ഒരു സഹോദരിയെ വിളിക്കുന്ന എന്നോട്. വിളിച്ചിട്ട് ബ്രദർ വിജയകുമാറാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറഞ്ഞു ഇവിടെ ബ്രദർ ഇവിടെ പ്രാർത്ഥന തുടങ്ങിയ എന്ന് എന്നോട് ചോദിച്ചു. പ്രാർത്ഥനയുണ്ടാ? അവർക്കിത് മലയാളത്തിലാണ് പറയണം, അതാ അവിടെ എല്ലാം തമിഴാണ്, ഇവർ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. കോയമ്പത്തൂരുണ്ട്. ഞാൻ പറഞ്ഞു ഇത് അവർക്ക് വെള്ളല്ലൂർ എന്ന് കറക്റ്റ് പറയാറില്ല. വെള്ളല്ലൂർ അവിടെയാണ് എൻ്റെ ഫാം, അവിടെയാണത്. വെള്ളല്ലൂർ ആണ് പ്രാർത്ഥന ആണെന്ന് ഞാൻ പറഞ്ഞു. അതെ, കഴിഞ്ഞ ആഴ്ച തൊട്ട് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ബ്രദർ, ഞങ്ങൾ ഇവിടെ പള്ളിയിൽ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പള്ളിയിൽ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക, ഒരു ചെറിയ കൊച്ച് പുറയിൽ വന്ന് തട്ടിയിട്ട് പറഞ്ഞ്, ഒരു ചെറിയ കൊച്ച്, നിങ്ങളെ അമ്മ മാതാവ് വെള്ളലൂർ പോയി പ്രാർത്ഥിക്കാൻ പറയുകയാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ 1 മണിക്കൂറായി, 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചിട്ടില്ല. അവിടെ ഇരുന്നാണ് വിളിക്കണം. അവർ അവിടെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ കോയമ്പത്തൂർ പ്രാർത്ഥന നടക്കുന്ന സ്ഥലമുണ്ടാകുന്ന പറഞ്ഞാൽ ഹോട്ടൽ നമ്പർ ആരോ കൊടുത്ത്, ഹോട്ടലിൽ അറിയാമായിരുന്നു. അവിടുത്തെ KG-കാരാ വാങ്ങിച്ച് അവരെൻ്റെ നമ്പർ കൊടുത്താൽ അങ്ങനെയാണ് അവരെന്നെ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പം നിങ്ങളിവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഉറപ്പിച്ചോ, അനുഗ്രഹിക്കാൻ വേണ്ടി അമ്മ തന്നെയാണ് വിളിച്ചത്. നിങ്ങളായിട്ട് വന്നൊന്നുമില്ല, ആരോ പറഞ്ഞു വന്നിട്ടുമില്ല, കേട്ട് വന്നിട്ടുമില്ല, പത്രം കണ്ടിട്ട് വന്നിട്ടില്ല. എന്ന് പ്രൈസ് ദി ലോർഡ്. അമ്മ തന്നെയാണ് നിങ്ങളെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മയ്ക്ക് അത്രയും നമ്മളോട് കരുതൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഉൾക്കണ്ടയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അമ്മയോട് കരുതൽ, നമ്മളോടുള്ള കരുതലും ഇത് ശ്രദ്ധിക്കണം. ഈ വിശ്വാസം പോകുന്നതിൻ്റെ കാരണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ 19:27 ഈശോ അമ്മയെ നമ്മളെ ഏൽപ്പിച്ചായതാണ് നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോഴത്തേക്കും കുറേ വാഗ്ദാനങ്ങൾ ഈശോ മുൻകൂട്ടി നമുക്ക് തന്നിട്ടാണ് അമ്മയെ ഏൽപ്പിക്കുന്നത്. ഈ വാഗ്ദാനം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആ വാഗ്ദാനത്തിലുണ്ട്. ആ വാഗ്ദാനങ്ങൾ നമുക്ക് അനുഭവമായിട്ട് മാറാത്തതിൻ്റെ കാരണം വിശ്വാസത്തിൻ്റെ കുറവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പോയിൻ്റ് നോട്ട് ചെയ്തോട്ടാ, ഇത് ശ്രദ്ധിക്കണം. ഉറക്കം എന്നവരൊക്കെ ഒന്ന് സ്തുതിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് വിട്ടുപോകരുത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന പോയിൻ്റ് മാത്രം വിട്ടുപോകരുത്. ഇത് ഈ 1 മാസത്തേക്ക് പരിശീലിച്ച് നോക്കുക. പ്രൈസ് ദി ലോർഡ്. പരിശീലിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പ് പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് അനുഭവം കിട്ടിയില്ലെങ്കിൽ പത്രത്തിൽ എൻ്റെ നമ്പറുണ്ട്, എന്നെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ബ്രദർ പറഞ്ഞ പോലെ ഞങ്ങൾ ഉടമ്പടി എടുത്ത്, അതുപോലെ ഇത്രയും ധൈര്യമായിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരാളും പറയില്ല ഈ മൈക്കിൽ കൂടി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എൻ്റെ അമ്മയെ അറിയാം. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്കും ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇത് പരിശീലിക്കുക, നിങ്ങൾക്ക് ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടാകും, അതിലൊരു സംശയവും വേണ്ട. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചോന്ന് ഞാൻ പറയില്ലല്ലോ. ബ്രദർ പറഞ്ഞ് ഞങ്ങൾ കേട്ട് എവിടെ അനുഭവം നിങ്ങൾ എന്നോട് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് എല്ലാ വാഗ്ദാനവും ദൈവം മുൻകൂട്ടി നമുക്ക് തന്നിരിക്കുക. വാഗ്ദാനം നമുക്ക് പ്രയോജനപ്പെടാത്ത കാരണം വചനം വഴി നമുക്ക് വചനമാണ് നമുക്ക് വാഗ്ദാനം.
നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവവചനത്തിൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് പ്രയോജനപ്പെടാത്തതിൻ്റെ കാരണം എന്താ? അത് വിശ്വാസത്തോടെ അത് സ്വീകരിക്കാത്തതുകൊണ്ടാണ്. വിശ്വാസം എവിടെ പോയി? ഉത്കണ്ഠയിൽ വിശ്വാസം ക്യാൻസലായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് ആദ്യം വേണ്ടിയത് എന്താണ്? അബ്രഹാമിന് വാഗ്ദാനങ്ങൾ പ്രയോജനപ്പെട്ടത് എങ്ങനെയാണ്? ഹെബ്രിയ 6:15. അബ്രഹാം ക്ഷമയോട് കാത്തിരുന്നപ്പോൾ വാഗ്ദാനങ്ങൾ അബ്രഹാമിന് അത് നിറവേറി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും വാഗ്ദാനം നിറവേറണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. നീ എന്താ കാര്യമെന്ന് വെച്ചാൽ ലൂക്ക 12:22 ഈശോ പറയുക, നീ എന്ത് ഭക്ഷിക്കണം, എന്ത് ഉടുക്കണം, നീ വിഷമിക്കേണ്ട. അത് വാഗ്ദാനമാണ്. നിൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം, നിൻ്റെ മകളുടെ കല്യാണം ആയിക്കോട്ടെ, വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, നിൻ്റെ കടബാധ്യത ആയിക്കോട്ടെ, അതെല്ലാം ഭക്ഷിക്കാനും ഉടുക്കാനും ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ കർത്താവിനെ അറിയാൻ നിനക്ക് എന്താ ആവശ്യമുണ്ടെന്ന് നീ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ കർത്താവിനെ അറിയാം. മത്തായി 6:8. നിനക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവിനെ അറിയാം. വാഗ്ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വാഗ്ദാനത്തിലുണ്ട്. ഇതെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത് ദൈവം എവിടെയാണ്? ഒരു മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ദൈവവചനത്തിലാണ്, വാഗ്ദാനത്തിലാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ അത് ഹെബ്രിയ 4:2 അത് നമുക്ക് പ്രയോജനപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അത് ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ പക്ഷെ അബ്രഹാമിനത് വാഗ്ദാനം നിറവേറി കിട്ടിയതിൻ്റെ കാരണം എന്താ? ക്ഷമയോടെ കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷമയോടെ കാത്തിരിക്കണം. ക്ഷമയോടെ കാത്തിരിക്കുന്നത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. ക്ഷമയോടെ കാത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഈ അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പ്രൈസ് ദി ലോർഡ്. ക്ഷമയോടെ കാത്തിരിക്കുന്നത് എബ്രഹാം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യാശയുള്ള മനുഷ്യനായിരുന്നു. പ്രത്യാശ ഏത് കാര്യത്തിലാണ്? ഹീ ഹോപ്ഡ് ഫോർ ഹോപ്പ്ലെസ് ആണ്. റോമ 4:18 വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഹോപ്ഡ് ഫോർ ഹോപ്പ്ലെസ്. 100 വയസ്സായിട്ടും നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരിക്കലും അതിൽ പ്രത്യാശ വയ്ക്കാൻ പറ്റില്ല. എന്നിട്ടും അതിൽ പ്രത്യാശിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശ്വാസം ചിലപ്പോൾ നഷ്ടപ്പെടും. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ സ്റ്റേജ് നമ്മൾ മാറ്റി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടുത്ത സ്റ്റേജിലേക്ക് അങ്ങ് മാറണം. അത് പ്രത്യാശയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ വിശ്വാസത്തെ പ്രത്യാശയായിട്ട് മാറ്റേണ്ടത്. പ്രത്യാശ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകില്ല. പ്രത്യാശ നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഒരിക്കലും. റോമ 5:5 പ്രത്യാശ നിരാശപ്പെടുത്തില്ല. അപ്പോൾ വിശ്വാസത്തിലിരുന്ന് പ്രത്യാശയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പോയിൻ്റ് ഒരു ചാർട്ടിൽ എഴുതി വെച്ച്, വീട്ടിൽ പോയിട്ട് ചാർട്ടിൽ എഴുതി വെച്ച് നിങ്ങളുടെ ടേബിളിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഇത് തന്നെ അങ്ങോട്ട് ശീലിക്കുക. നിങ്ങൾക്ക് അനുഭവം കിട്ടണ്ടല്ലേ എന്ന് നോക്കുക. നിങ്ങൾ ആകെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊന്ത് ചൊല്ലുന്നതും അറിയില്ല, തിരുക്കുന്നതും അറിയില്ല. നമുക്കൊന്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഏത് രഹസ്യം ചൊല്ലുന്നത് പോലും പലവർക്കും അറിയില്ല. അവരത്തെ അനുഭവം ഉണ്ടാ? പലവരും കൊന്ത ചൊല്ലാറുണ്ട്. അതുപോലെ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് തന്നെ ചൊല്ലണം. നന്മ നിറഞ്ഞ മരിയമ്മ ചൊല്ലിക്കഴിഞ്ഞ് ഇടയ്ക്ക് നിർത്തിയാൽ പിന്നെ നന്മ നിറഞ്ഞ മരിയമ്മ തൊട്ട് തന്നെ തുടങ്ങിയാൽ മാത്രമേ അത് തീർക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ അവബോധം ഇല്ലാതെ അമ്മ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഒരു പ്രാർത്ഥന മതി. നിൻ്റെ മനസ്സാ ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നോക്കുന്ന നിനക്ക് എന്തോരം പ്രത്യാശയുണ്ട്. പ്രത്യാശ എന്താ? കാത്തിരിപ്പാ. അത് അബ്രഹാമിനുണ്ടായിരുന്നു. കാത്തിരിപ്പ്, പ്രത്യാശ, വിശ്വാസത്തോടെ കാത്തിരിപ്പ്. അത് അടുത്ത സ്റ്റേജാണ്. നമ്മളൊക്കെ എന്താണെന്ന് വെച്ചാൽ വിശ്വാസമുണ്ട്, പക്ഷെ കാത്തിരിക്കാൻ പറ്റില്ല. വിശ്വാസം പോവും. ഒന്ന് വിശ്വസിക്കും,
എന്നിട്ട് ഫോൺ വിളിച്ച് ചോദിക്കും ആ പ്രശ്നം തീർന്നെന്ന്. അയ്യോ അത് പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമായി, കൂടുതലായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പോയി, തീർന്നു. ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്ന് പുറത്തിറങ്ങുമ്പോൾ ആ പ്രശ്നം തീർന്നാടി, ഇല്ല തീർന്നതെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ചോദിക്കും. ഇവിടെ വെച്ച് തന്നെ അത് കളഞ്ഞിട്ട് പോയി, വിശ്വാസം പോയി. കാത്തിരിപ്പില്ല, പ്രത്യാശയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? പ്രത്യാശ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രത്യാശ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യാശ ഡെവലപ്പ് ചെയ്യാൻ 2 പോയിൻ്റ് ഉണ്ട്. ആദ്യത്തെ പോയിൻ്റ്, പ്രൈസ് ദി ലോർഡ്, പ്രത്യാശ ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നിനക്ക് ദൈവം ചെയ്തിട്ടുള്ള നന്മകൾ, അടയാളങ്ങൾ, നേരത്തെ ചെയ്തിട്ടുള്ള നന്മകളും അടയാളങ്ങളും അത് ഓർത്തെടുക്കുക. എപ്പോഴും അത് ഓർത്തെടുക്കുക. അത് ഓർത്തെടുത്ത് അതിനെ ചൊല്ലി നന്ദി ചൊല്ലണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നേരത്തെ ഒരു നന്മ ദൈവം ചെയ്തിട്ടുണ്ടാകും. ആ നന്മയെ ഓർത്തെടുത്ത് അതിനെ നന്ദി ചൊല്ലുക. ആ ദൈവം തന്നെ അന്ന് നിനക്ക് നന്മ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇന്നും നിനക്ക് ഉത്തരം തരും. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയാണ് പ്രത്യാശ. അപ്പോൾ എനിക്ക് ഇതിനേക്കാളും വലിയ പ്രശ്നം ഇല്ല, ഇതിനേക്കാളും ചെറിയ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ ദൈവം എന്നെ സഹായിച്ചതാണ്. ആ ദൈവം തന്നെ ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആദ്യം ഒരു ലിസ്റ്റ് എഴുതി വയ്ക്കുക. എപ്പോഴും ഒരു ലിസ്റ്റ് കയ്യിൽ വേണം കേട്ടോ. ഞാൻ പറയുന്ന പോലെ ഇതുപോലെ ഒരു ലിസ്റ്റാക്കി വെക്കണം. എന്താ ലിസ്റ്റ്? അത് 1, ദൈവം ഇത്രാം തീയതി ഞാൻ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്തു തന്നു. ഞാൻ എപ്പോഴും മറന്നു പോകുന്നതാണ്. നമുക്ക് പല അനുഭവങ്ങൾ ദൈവം തന്നാലും നമ്മൾ എല്ലാ അനുഭവവും അങ്ങോട്ട് മറക്കും. അതുകൊണ്ടാണ് ഈ ഉത്കണ്ഠ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടി ഇന്ന് പോകുന്ന വഴിക്കോ ബസ്സിലോ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതൊക്കെ ഒരു കൊന്ത ചൊല്ലുമ്പോൾ ഓർമ്മ വരും. അമ്മ മാതാവിനോട് പറയണം, അമ്മ എനിക്ക് ഇതുവരെ നീ തന്ന നന്മകളെല്ലാം, നീ നേടിത്തന്ന നന്മകളെല്ലാം അമ്മ നേടിത്തരുന്നതാണ് പിതാവിൻ്റെ കയ്യിരുന്ന്, ഈശോയുടെ കയ്യിരുന്ന്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം എനിക്കൊന്ന് ഓർമ്മിപ്പിച്ച് തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഫ്രഷപ്പായി അതൊക്കെ ഒന്ന് ഓർത്ത് എഴുതി വെക്കണം. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നീ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് നിനക്ക് ചെയ്തു തന്ന നന്മകളെല്ലാം ചൊല്ലി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയെ ഇത്രയും കാര്യം നീ ചെയ്തു തന്നു. അപ്പോൾ ഇവിടെ കുറച്ച് പേര് തോന്നിയാ എനിക്ക് ഒന്നും തന്നെ ദൈവം ചെയ്തു തന്നിട്ടില്ല, ഇപ്പോൾ ഓർമ്മ വന്നില്ല, ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ട്, അത് നന്മയാണ്. എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, അത് നന്മയാണ്. കണ്ണ് കാണാതാകുമ്പോൾ ഒരു കണ്ണിൽ ചെറിയ വേദന വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാകുന്നത്. ഇത്രയും കാലം ദൈവം തന്ന നന്മ നമ്മൾ അപ്പോഴാണ് ഓർക്കുന്നത്. ഇത്രയും കാലം എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, നന്മയാണ്, നന്ദി ദൈവമേ. ഇത് നിനക്ക് തരാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ നിസ്സാരമല്ലേ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ 2 കിഡ്നിയും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട്, നന്മയാണ്. എൻ്റെ മക്കളിന്ന് ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ ഭർത്താവ് ജീവിക്കുക, ഭാര്യ ജീവിക്കുക, നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കാലം നീ എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്, അത് നന്മയാണ്. അതൊരു അടയാളമാണ്, അതൊരു അനുഭവമാണ്. അതെ ചൊല്ലി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിൻ്റെ ഹോപ്പ്, പ്രത്യാശ ശക്തിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ പ്രത്യാശ ശക്തിപ്പെടുന്നത് അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലൂക്ക 8:25 രണ്ടാമത്തെ പോയിൻ്റ് എങ്ങനെയാണ് നമ്മളെ പ്രത്യാശ ശക്തിപ്പെടുത്തുന്നത്? ലൂക്ക 8:25 ഈശോ പറഞ്ഞ് അവർ കൊടുങ്കാറ്റിനെ കണ്ട് പേടിച്ച ശിഷ്യന്മാർ. അപ്പോൾ ഈശോ പറഞ്ഞ് നിൻ്റെ വിശ്വാസം എവിടെ? ഈശോ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നീ എന്താ പേടിക്കുന്നത്? നിൻ്റെ വിശ്വാസം എന്താ? നമ്മൾ കൊടുങ്കാറ്റിനെ കണ്ട് എല്ലാവരും പേടിക്കുമല്ലോ.
നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റുണ്ടാകും. എന്നാൽ ഈശോ അവരോടെന്താ പറഞ്ഞാൽ കൊടുങ്കാറ്റിനെ കണ്ട് പേടിക്കേണ്ടെന്ന് എന്തിനാ പറഞ്ഞത്? എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ കൊടുങ്കാറ്റിനെ കണ്ട് പേടിക്കും. അത് അവരുടെ ജീവൻ അപകടത്തിലാണ്. എന്നാൽ ഈശോ ചോദിക്കുക, നിൻ്റെ വിശ്വാസം എവിടെ? വിശ്വാസം എവിടെ? ഈശോ അവിടെ ചോദിക്കുന്നത് വിശ്വാസം എവിടെ? വിശ്വാസം പോയതിൻ്റെ കാരണം നീ എന്തിനാ പേടിച്ചത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വാഗ്ദാനമുണ്ട് നിനക്ക്. യോഹന്നാൻ 14:18 നീ അഥവാ ഈ അപകടത്തിൽ മരിച്ചാലും ആ മരണത്തിൽ ഞാൻ കൂടെയുണ്ട്, നീ ജീവിച്ചാലും ആ ജീവനിൽ ഞാൻ കൂടെയുണ്ട്, ജീവിതത്തിൽ ഞാൻ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ സഹനമാണോ? ആ സഹനത്തിൽ ഞാൻ കൈപിടിച്ചിരിക്കുകയാണ് നിൻ്റെ കൂടെ. നീ എന്താ പേടിക്കുന്നത്? ഞാൻ കൈപിടിച്ചിരിക്കുമ്പോഴത്തേക്ക് നീ വീഴില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രത്യാശ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈശോ എൻ്റെ കൂടെയുണ്ട്. നിൻ്റെ അപമാനത്തിലും ഈശോ നിൻ്റെ കൂടെയുണ്ട്, കടബാധ്യതയിലും ഈശോ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ ഒറ്റപ്പെടലിലും ഈശോ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ പരാജയത്തിലും ഈശോ നിൻ്റെ കൂടെയുണ്ട്. എല്ലാ സാഹചര്യത്തിലും ഈശോ നിൻ്റെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യമാണ് നിൻ്റെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു അവബോധം നിനക്കുണ്ടാകണം. നിനക്ക് ലഭിക്കാനുള്ളത് നഷ്ടപ്പെടുമ്പോഴും ആ നഷ്ടത്തിലും ഈശോ നിൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. ഈ കാര്യം മറന്നു പോകരുത്. ഈശോ നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചാൽ കൊടുങ്കാറ്റ് വന്നപ്പോൾ നീ വിശ്വാസം എവിടെ? എന്ത് വിശ്വാസം? ഈശോയെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. നിൻ്റെ ജീവിതത്തിലും നിൻ്റെ ജീവിത യാത്രയിലും നീ യാത്ര ചെയ്യുമ്പോൾ നീ ഓർക്കണം, ഈശോ നിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണെന്ന്. അതാണ് പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശ നീ കളയരുത്. പ്രത്യാശ ഉള്ളപ്പോൾ വാഗ്ദാനങ്ങളെല്ലാം നിനക്ക് നിറവേറും. ഈശോ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം ഹെബ്രിയർ 6:15 അബ്രഹാമിനത് നിറവേറിയതുപോലെ നിനക്ക് പ്രത്യാശ വരുമ്പോൾ നീ കാത്തിരിക്കുമ്പോൾ, ഇതാണ് കാത്തിരിപ്പ്. ഈശോൻ്റെ കൂടെ ഉണ്ട്, ഞാൻ കാത്തിരിക്കും. ഈ സഹനത്തിൽ കൂടി നടക്കുമ്പോഴും ഞാൻ കാത്തിരിക്കും. ഈശോ എന്നെ കൈപിടിച്ചിരിക്കുകയല്ലേ, എനിക്കൊന്നും സംഭവിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കൊന്നും സംഭവിക്കില്ല. ഈ സംഭവിച്ചതൊന്നും ഞമ്മക്ക് വിചാരിക്കും, അയ്യോ ഇതിനേക്കാളും കൂടുതൽ എന്താ സംഭവിക്കണം. ഇല്ല. ഈ വഴി കൂടി ദൈവം നടത്തിക്കൊണ്ടുപോകുന്നത് നിന്നെ ഒരു അനുഗ്രഹത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. മരുഭൂമി കൂടി നടത്തിക്കൊണ്ടുപോയത് എവിടത്തേക്കാണ്? കാരാദേശത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മരുഭൂമി നടക്കുന്നതെല്ലാം നിനക്ക് വേണ്ടി ഒരു കാരാദേശം കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കൈപിടിച്ച് നടത്തുന്നത് ദൈവമാണ്. അതാണ് നിൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയിലേക്ക് മാറിയേക്കണം. വിശ്വാസത്തിലിരുന്ന് പ്രത്യാശയിലേക്ക് മാറാൻ നീ ചെയ്യേണ്ടത് പഴയ നിനക്ക് ചെയ്തു തന്ന അനുഭവങ്ങളൊക്കെ നീ എഴുതി വയ്ക്കുക. അത് 1, 2, 3, 4 എഴുതി നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്കൊരു വിഷമം വരുമ്പോൾ, ഉത്കണ്ഠ വരുമ്പോൾ அதை ചൊല്ലി പ്രാർത്ഥിച്ച് നന്ദി പറയണം. പുതിയ കാര്യത്തെക്കുറിച്ചില്ല, നിനക്ക് നേരത്തെ ദൈവം ചെയ്തു തന്ന നന്മയെക്കുറിച്ച് നീ ഓരോന്ന് ചൊല്ലി 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 നന്ദി പറയുമ്പോൾ നിന്നിൽ പ്രത്യാശ വർദ്ധിക്കും. പിന്നെ നിനക്ക് അവബോധം ഉണ്ടാകേണ്ടത് ഈ സാഹചര്യത്തിലും ഞാൻ ഒറ്റപ്പെടുമ്പോഴും എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും എനിക്കെതിരെ കേസ് വന്നപ്പോഴും എനിക്കെതിരെ ഈ കടബാധ്യത ഉള്ളപ്പോഴും എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കുറ്റം ചെയ്തപ്പോഴും, ചിലപ്പോൾ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടാകാം, അപ്പോഴും ഈശോ എൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് വാക്ക് തെറ്റിക്കാൻ അറിയില്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഞാൻ നിന്നെ തനിച്ചാക്കില്ല. നീ തെറ്റുകാരിയാണെങ്കിലും നിന്നെ ഞാൻ തനിച്ചാക്കില്ല. നീ അതിനെ അനുദപിച്ചാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. അനുദപിക്കാൻ മറന്നു പോകരുത്. ഈശോനെ കൂടെ കൊണ്ട് നടക്കുക. ആ ഒരു ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം പോകുമ്പോഴാണ്, അവബോധം ഇല്ലാതെ പോകുമ്പോഴാണ്, ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് പോകുമ്പോഴാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യാശ പോവും. പ്രത്യാശയിൽ നിന്ന് നമ്മൾ വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഉൾക്കണ്ട വരുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകണം. ഈശോ അവിടെ ഇരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, എവിടെ നിൻ്റെ വിശ്വാസം? പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേൾക്കില്ല. ഈശോ ഇന്ന് എല്ലാവരോടും ചോദിക്കുക, എവിടെ നിൻ്റെ വിശ്വാസം?
ഞാൻ നിൻ്റെ കൂടുള്ളത് നിനക്കറിയില്ലേ, ഞാൻ നിന്നോട് ഉണ്ട്. നിൻ്റെ എല്ലാ സാഹചര്യത്തിലും നീ ഇപ്പം എന്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നോ, എന്ത് പ്രതികൂല സാഹചര്യത്തിലാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നു,